ഇന്നത്തേക്ക് മേ ബി കാണാൻ ചാൻസ് ഉണ്ടെന്ന് അവർ പറയണം. ഇല്ല, ആരും അങ്ങനെ ബന്ധപ്പെട്ടൊന്നുമില്ല. KC വേണുഗോപാൽ സാറിൻ്റെ അവർ ടീംസാണ് ഇവിടെ അറേഞ്ച് ചെയ്തതും അവരാണ് ഇങ്ങോട്ട് ഫുള്ള് റെഫർ ചെയ്യുന്നതും എല്ലാം. അവർ ഫുള്ള് ചെക്കപ്പ് ചെയ്തിട്ട് സ്കാൻ ചെയ്തിട്ട് അതിനകത്ത് എവിടെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നോക്കിയിട്ട് അവർ ചെയ്യാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള 4-5 ഡോക്ടേഴ്സ് കൂടി ചേർന്ന് ആലോചിച്ചിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നിലവിലുള്ള റിസൾട്ട് കൊണ്ടുവന്നിട്ടില്ലേ? നിലവിലുള്ള കൊണ്ടുവന്നു, പക്ഷേ ഇവിടെ പുതിയതായിട്ട് തന്നെ ഒരു ഫുള്ള് ടെസ്റ്റിംഗ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കിയിരിക്കും. ഇന്നത്തേക്ക് മേ ബി കാണാൻ ചാൻസ് ഉണ്ടെന്ന് അവർ പറയണം. അവരുടെ മെയിൻ ഡോക്ടേഴ്സ് എല്ലാം കൂടി വന്നിട്ട് ഒന്ന് റൗണ്ട്സ് ഇരുന്നിട്ട് അവർ നോക്കിയിട്ട് ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് തന്നെ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. പൊസിഷൻ എവിടെയാണെന്ന് അറിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ 2 ദിവസമായുള്ളൂ. എക്സ്റേ എടുത്തപ്പോഴാണ് ഇത് പ്രോപ്പറായിട്ട് അറിയുന്നത്. ഇതിനു വേണ്ടി എടുത്ത എക്സ്റേ അല്ല, ഒരു മൂത്രത്തിക്കല്ലിന്റെ ഒരു ബേസിക്കലി പോയിട്ട് അത് കാണിച്ച് കൺസൾട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞിട്ട് എക്സ്റേ എടുത്തപ്പോഴാണ് ഇത് കാണുന്നത്. ഇല്ല, നമ്മൾ പുറത്തുനിന്ന് പ്രൈവറ്റിലാണ് ചെയ്തത്. ഈ വേദന ഉണ്ടാകുമ്പോഴൊക്കെ ആശുപത്രി ചെല്ലുമ്പോൾ എന്തായിരുന്നു മറുപടി? അല്ല, കാരണം വേദന ഇത് എക്സ്റേ ഒന്നും എടുക്കാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. നോർമലി കൺസൾട്ട് ചെയ്ത് മരുന്നും തന്ന് പറഞ്ഞാൽ പോവാൻ. മരുന്നും ഇഞ്ചക്ഷനും ഒക്കെ എടുത്തല്ലോ, എന്ത് റീസണിന് വേണ്ടിയിട്ടാണ്, എന്തുകൊണ്ട് ഈ വേദന എന്നുള്ള കാര്യത്തിലൊരു ഇല്ല, അത് ഇടയ്ക്ക് പെട്ടെന്ന് വേദന വരും. പിന്നെ ഓപ്പറേഷൻ ചെയ്തില്ല, നമ്മൾ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടായിരിക്കും എല്ലാം പോയതല്ല. പിന്നെ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും അവർക്ക് ജോലിയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും വേദന ആയിരിക്കും നമ്മൾ വിചാരിച്ചിട്ട്. ഇത് മാറി ഇങ്ങനെ ആയതാണ് സംഭവം. കണ്ടു കഴിഞ്ഞ ശേഷം ഒന്ന് കണ്ടു കഴിഞ്ഞ ശേഷം ആദ്യം സർജറി ചെയ്ത ആശുപത്രി ആരെയും ബന്ധപ്പെട്ടു അവരെന്താ പറഞ്ഞത്? ഇല്ല, നമ്മൾ അങ്ങോട്ട് ചെല്ലുമായിരുന്നു. നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് അവർ പെട്ടെന്ന് തന്നെ അവർ കൺസൾട്ട് ചെയ്ത് പെട്ടെന്ന് ആക്കി തരാം എന്ന രീതിയിലായിരുന്നു അവർ. ആസ് പെർ കോമ്പൻസേഷൻ അവരുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. അവർ ആ ചികിത്സ എടുത്ത് ഈ പ്രോപ്പർട്ടി എടുത്ത് മാറ്റിത്തരാം എന്ന് അവർ പറഞ്ഞിട്ടുള്ളായിരുന്നു. കോമ്പൻസേഷനോ അങ്ങനെ ഇവരുടെ ഭാഗത്ത് തെറ്റാണെന്നും നമ്മളതിങ്ങനെ നമുക്ക് സാധനം മാറിയാൽ മതി. മെയിൻ കൺസൾട്ട് ചെയ്തിട്ട് പക്ഷേ അവരുടെ കോമ്പൻസേഷനോ കാര്യങ്ങളൊന്നും അവരുടെ ഭാഗത്തുനിന്നൊന്നും ഇല്ല. പിന്നെ നമ്മളെന്നാ പിന്നെ ന്യൂസ് ആക്കിയത് അവർ തിങ്കളാഴ്ച വന്നിട്ട് സർജറി ചെയ്ത് നമുക്ക് പെട്ടെന്ന് മാറ്റാം. തിങ്കളാഴ്ച അഡ്മിറ്റ് ആകാനാണ് അവർ പറഞ്ഞത്. കേസ് കൊടുക്കാൻ പറയാൻ നിങ്ങൾക്ക് കൊടുക്കാന്നുള്ള ഓപ്ഷനാണ്. സോ നമ്മൾ ഇപ്പം പിന്നെ കേസിലോട്ട് മുന്നോട്ട് പോകാൻ വിചാരിച്ചു. നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഇപ്പം അമ്പലപ്പുഴയിൽ ഇന്ന് കൊടുക്കും. അതിന് ഇവിടുത്തെ ഇവർ ഇങ്ങോട്ട് റിപ്പോർട്ട് ചെയ്ത് ഇവിടുത്തെ പോലീസിലും ഇവിടെ സ്റ്റേഷനിലും പരാതി കൊടുക്കും. അങ്ങനെ ഇല്ല, ആരും അങ്ങനെ ബന്ധപ്പെട്ടൊന്നുമില്ല. KC വേണുഗോപാൽ സാറിൻ്റെ അവർ ടീംസാണ് ഇവിടെ അറേഞ്ച് ചെയ്തതും അവരാണ് ഇങ്ങോട്ട് ഫുള്ള് റെഫർ ചെയ്യുന്നതും എല്ലാം. സോ അവരുടെ എമൗണ്ടിൽ അവർ കൺസൾട്ട് ചെയ്തോളാന്നാണ് അവർ പറയുന്നത്. ഇത്രയും കാലം അമ്മയ്ക്ക് കടുത്ത വേദനയായിരുന്നല്ലോ, ഇപ്പൊ ഇവിടെ അഡ്മിറ്റ് ചെയ്തു, അതിനുള്ള മരുന്നുകൾ ഇപ്പൊ ആശ്വാസം ഉണ്ടോ? ഇപ്പൊ ആള് റെസ്റ്റ് എടുക്കുവാണ്, ഉറക്കമാണ്, കുഴപ്പമില്ല. ഇന്നത്തേക്ക് ചിലപ്പം മേ ബി കാണാൻ ചാൻസ് ഉണ്ട് സർജറി. ഈ സർക്കാർ സംവിധാനത്തിലാണല്ലോ നമ്മൾ പോകുന്നതും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. അമ്മയ്ക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. ഇതിപ്പോൾ നമുക്ക് വന്ന പോലെ വേറെ ആർക്കും വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ഇതിപ്പോൾ ഇഷ്യൂ ആക്കിയിരിക്കുന്നത്. ഇത് കണക്കിന് എല്ലാവർക്കും ഇഷ്യൂ ആക്കുവാണെന്നല്ലേ ആയിരിക്കും. വണ്ടാനുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പത്രത്തിലേക്ക്. അതെ, അതിൻ്റെ ഒരു വലിയൊരു ഇത് ഇത്രയും വലിയൊരു പ്രശ്നമാണല്ലോ. 5 വർഷമായിട്ട് നമ്മുടെ അകത്ത് ഒരാൾ നമുക്കാണെങ്കിലും നമുക്ക് പേഴ്സണലായിട്ട് നമുക്ക് ആർക്ക് വന്നാൽ പോലും ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇത്ര നാൾ ഹോൾഡ് ചെയ്തിരുന്ന തന്നെ വലിയ കാര്യം. ഇതിനൊന്നും വേറൊന്നും പറ്റിയില്ലല്ലോ. അതുകൊണ്ട് അമ്മയ്ക്ക് നല്ല പേടിയുണ്ട്. ഇനി അങ്ങോട്ട് പോയിട്ട് ഇത് ചെയ്യാനുള്ളൊരു പേടി. ഇനി അങ്ങോട്ട് പോകാൻ അമ്മയ്ക്ക് ഭയങ്കര പേടി. അതാണ് നമ്മൾ ഇങ്ങോട്ട് മാറിയതും എല്ലാം. മെയിൻ പ്രശ്നം നമുക്ക് സാമ്പത്തികമുള്ള പ്രശ്നമാണല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ വണ്ടാനത്തോട്ട് പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വണ്ടാനത്ത് പോകേണ്ട ഒരു ആവശ്യമില്ല. സ്വയമായിട്ട് നമ്മൾ വണ്ടാനത്ത് പോകുന്നത് ചിന്തിക്കുന്നതുകൊണ്ട് നമുക്ക് പൈസ ഇല്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ വണ്ടാനത്തോട്ട് പോകാൻ നോക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റിൽ പോയി ചെയ്താൽ പോയി. ഇപ്പോഴും നമുക്ക് വണ്ടാനത്ത് പോകാനല്ലേ നമുക്കൊരു ഓപ്ഷൻ. ഇവര് അത് അങ്ങനെയാണ്. ഈ സർജറി ചെയ്തതെല്ലാം അവരുടെ വീട്ടിൽ പോയി കൺസൾട്ട് ചെയ്ത് അവരുടെ ഫീസ് കൊടുത്തിട്ടാണ് നമ്മൾ കൺസൾട്ട് ചെയ്തത്. ലളിതാംബിക ഡോക്ടറിന്റെ വീട്ടിൽ പോയി നമ്മള്. ലളിതാംബിക ആലപ്പുഴയിലെ വൺ ഓഫ് ദി പോയി പൈസ കൊടുത്തിട്ട് തന്നെയാണ് ചികിത്സിച്ചത്. അവരുടെ വീട്ടിൽ പോയിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് ഇവർ അങ്ങോട്ട് റെഫർ ചെയ്തത്, നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയതല്ല. ലളിതാംബിക.